ആ കണ്ണട പൊട്ടിപ്പോയതായാലും നന്നായി. ഉം? ഈ ലുക്ക് കൊള്ളാടോ. ഇതങ്ങ് മെയിൻറ്റെയിൻ ചെയ്തൂടെ? സ്കൂളിൽ തന്നെ ജോലി പോയ കാര്യം ചേച്ചി പറഞ്ഞ് ഞാൻ അറിഞ്ഞായിരുന്നു. അതിന് ചേച്ചിക്ക് ഈ കാര്യം പറഞ്ഞിട്ടില്ലെന്ന് എനിക്കറിയാം. ഇതിനോടൊക്കെ തൻ്റെ ഫാദർ ഇത് അറിഞ്ഞ കാണില്ലേ? ഉം. അപ്പോൾ പിന്നെ പുള്ളി പറഞ്ഞറിയാനാണ് സാധ്യത. ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ്? പുതിയ ജോലി വല്ലതും നോക്കുന്നുണ്ടോ, അതോ തിരിച്ച് വീട്ടിൽ ചെന്ന് അച്ഛൻ്റെ കൂടെ കൂടാനാണോ പ്ലാൻ? ഭാരത് മാട്രിമോണിയല്ലേ, ആരുടെയോ ഒരു പ്രൊഫൈല് കണ്ടതുപോലെ. ഇതാടോ കറക്റ്റ് ടൈം. ഇഷ്ടം പോലെ സമയം. ലീവ് എടുക്കണമെന്ന് ടെൻഷൻ വേണ്ട. പ്ലാനിങ് ഒക്കെ തൻ്റെ അച്ഛൻ ഉടനെ തുടങ്ങിയും കാണും. തൽക്കാലം അച്ഛന് വേണ്ടിയെങ്കിലും എനിക്കൊരു ജോലി വേണം. അല്ലാതെ എനിക്ക് വീട്ടിൽ പോകാൻ പാടാ. ജോലി അതിനി വെറുതെ പേരിന് വേണ്ടിയിട്ടാകരുത്. അതിനി എത്ര ചെറുതാണെങ്കിലും തനിക്കത് എൻജോയ് ചെയ്യാൻ പറ്റണം. അങ്ങനെ കാണുന്ന മകളെ ഏതൊരു അച്ഛനെ ആക്സെപ്റ്റ് ചെയ്യും. ചേച്ചിയുടെ അന്നത്തെ എഫേർട്ടിനെല്ലാം കൈ കൊടുത്തത് തൻ്റെ അച്ഛനായിരുന്നു. ഒരു നോർമൽ ഡിഗ്രിയേക്കാൾ വാല്യൂ ഉള്ളതെന്തോ തൻ്റെ സ്റ്റുഡൻ്റ് ആഗ്രഹിക്കുന്നുണ്ടെന്ന് തൻ്റെ അച്ഛനെന്ന് മനസ്സിലാക്കി. അതേപോലെ ഒരു എഫേർട്ട് തൻ്റെ ഭാഗത്തുനിന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ടാവില്ലേ? എനിക്കങ്ങനൊരു എയിം ഉണ്ടായിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് താൻ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? Because you are always in a comfort zone. അച്ഛനെ നാൻസിയെ മാറ്റി നിർത്തി താൻ എപ്പോഴെങ്കിലും ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടോ? ഈ രാത്രി ഞാൻ തന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയാൽ താൻ ആദ്യം വിളിക്കുന്ന ആരെയായിരിക്കും? അച്ഛനെയോ അതോ നാൻസിയോ? സോ ഇവരൊക്കെ തൻ്റെ ചുറ്റുമുള്ളപ്പോൾ യു തിങ്ക് യു ആർ സേഫ്. പക്ഷെ അത് വെറൊരു ഇല്യൂഷനാണ്. ഇവരൊക്കെ ഒരു ദിവസം തന്നോട് റെസ്പോണ്ട് ചെയ്യാണ്ടായ താനാകെ തകരില്ലേ? എന്താ എടുക്കുന്നില്ലേ? അച്ഛനാ, ഞാൻ തിരിച്ചു വിളിച്ചോളാം. ഞാൻ അടുത്തിരിക്കുന്നതുകൊണ്ട് എന്ത് സംസാരിക്കുന്ന എഴുതിയിട്ടാണോ? അതുകൊണ്ടല്ല, ഹോസ്റ്റലിൽ തിരിച്ചെത്തിയെന്ന് അറിയാൻ വേണ്ടിയിട്ടാ. പേടിക്കണ്ട, അധികം ലേറ്റാക്കത്തില്ല. മുമ്പ് ഫോൺ കട്ട് ചെയ്ത പോലെ തനിക്ക് ഇതിൻ്റെ കംഫർട്ട് സോൺ കുറച്ച് നാളത്തേക്കെങ്കിലും കട്ട് ചെയ്യാൻ പറ്റും. അതത്ര എളുപ്പമല്ലെന്ന് എനിക്കറിയാം. ഫ്രസ്ട്രേഷനും ആദ്യം കുറച്ച് ഡിസപ്പോയിൻമെൻറ്റ്സ് ഒക്കെ ഉണ്ടാവും. പക്ഷെ ആ സ്റ്റേജ് ഒന്ന് കടന്നു കിട്ടിയാലുണ്ടല്ലോ, പിന്നെ തന്നെ പിടിച്ചാൽ കിട്ടില്ലടോ. ഇതെന്താ ഫ്ലാറ്റിൽ? തനിക്ക് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും റിലീഫ് വന്നുണ്ടോ? ബട്ട് ഐ ഹാവ് എ ഫിയർ. തൻ്റെ കയ്യിലൊരു മുറിവ് കണ്ട് എൻ്റെ പേടി. അതറിയാതെ പറ്റിയതാണോ സ്വയം വരുത്തി വെച്ചാണോ എന്ന് ചോദിക്കുന്നില്ല. പക്ഷേ ഈ രാത്രി തന്നെ ഒറ്റയ്ക്ക് വിടാൻ എനിക്കൊരു മടി. ലൈഫിൽ ഓരോ ചെറിയ കാര്യം പോലും ഷെയർ ചെയ്യുന്ന നാൻസിയോട് താൻ ഇതും കൂടി തുറന്നു പറയാൻ കേപ്പബിളാണ്. ഇപ്പോൾ കിട്ടിയ റിലീഫ് അതിലൂടെ കൂടത്തേ ഉള്ളൂ.
ചേച്ചിയോട് താനത് ഓർത്ത് പേടിക്കണ്ട. താൻ ലിഫ്റ്റ് കയറി 11th ഫ്ലോർ എത്തുമ്പോഴത്തേക്കും ഞാൻ ചേച്ചിയോട് ഇതൊക്കെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടോ. സോ ഗുഡ് ലക്ക് ഫോർ ദ നൈറ്റ്. ധൈര്യമായിട്ടിരിക്കണോ. ഓക്കേടാ, ഞാൻ വിളിക്കാം. മനസ്സിലായി. ഇന്ന് ഹോസ്റ്റലിൽ ചെല്ലത്തില്ലെന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ആരെയെന്ന് വെച്ചാൽ അറിയിക്കേ. വെറുതെ അവരെയും ടെൻഷൻ അടിപ്പിക്കണ്ട. സാറ് വിളിച്ചിട്ട് നീ എന്താ ഫോൺ എടുക്കാത്തെ? നിന്നെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് 3-4 തവണ ഇവിടെ വിളിച്ചിരുന്നു. ഇന്നിവിടെ ആയിരിക്കുമോ, നീ തന്നെ വിളിച്ചു പറ. ദാ റിങ്ങി പോകുന്നുണ്ട്. ഹലോ. ഇത്ര ലേറ്റായിട്ടും ചില ഫ്ലാറ്റുകളിൽ ലൈറ്റ് ഓണായി കിടക്കുന്നത് കണ്ടോ? ശ്രദ്ധിച്ചു നിന്നാൽ അവിടെ നിന്നെല്ലാം കുഞ്ഞുപിള്ളേരുടെയും മറ്റും കരച്ചിൽ കേൾക്കാം. ഒന്നിനും രാത്രി ഉറക്കമില്ല. ഐറിൻ ചെറുതായിരുന്നപ്പോഴും ഏതാണ്ട് ഇതുപോലെ തന്നെ ആയിരുന്നു അവസ്ഥ. പഠിപ്പും ജോലിയൊക്കെ കൂടി തലയ്ക്ക് പിടിച്ച് നടക്കുന്ന നേരത്ത് കുഞ്ഞിനെ പോലും നോക്കാൻ ഒരാളെ കിട്ടാതെ വന്നു. അന്നേതാണ്ട് സിമിലർ സിറ്റുവേഷനിലുള്ള ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് ചേർന്ന് ഒരു ഐഡിയ ഇട്ടു. ദാ താഴത്തെ റീക്രിയേഷൻ ഏരിയ ഇല്ലേ, അവിടെ ഇവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു ഇൻഡിപെൻഡന്റ് ഡേ കെയർ. പക്ഷെ അന്നത്തെ ഓടിനടപ്പിനിടയിൽ ആര് നിൽക്കുമെന്നൊരു ക്വസ്റ്റ്യൻ വന്നു. മില്ലി, ഇപ്പോഴത്തെ ഈ മടുപ്പൊന്ന് മാറ്റാൻ നീ ഒന്ന് കമ്മിറ്റഡ് ആയാൽ മതി. അത് ഫാമിലീസിൻ്റെയും കുട്ടികളുടെ എണ്ണം ഇവിടെ കൂടിയിട്ടേ ഉള്ളൂ. ഐഡിയ എപ്പോഴും പ്രാക്ടിക്കലാകാതെ കിടക്കുക. നീ റെഡിയാണെങ്കിൽ പറ, ഞാൻ കൺസേൺഡ് ആൾക്കാരുമായിട്ട് സംസാരിക്കാം. ടേക്ക് കെയർ എന്നൊക്കെ പറയുമ്പോൾ അതെ, എന്തിനൊരു സപ്പോർട്ടായിട്ട് ഞാൻ കൂടെ ഉണ്ടാവും. ഫ്രീ ആയിട്ടൊന്നും വേണ്ട. നിന്നെപ്പോലെ ഒരാൾക്ക് കഴിഞ്ഞുകൂടാനുള്ള ശമ്പളമൊക്കെ കിട്ടും. പിന്നെ എനിക്ക് അവരോട് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് വേണ്ടി വരും. എന്താ, ഇനി അത് ഞാൻ ഉണ്ടാക്കണോ? വേണ്ട, ഞാൻ ചെയ്തോളാം.